ശ്രീ കുര്യാക്കോസ് കെ വി CRPF-ൽ 40 വർഷം സേവനമനുഷ്ഠിച്ച് SP റാങ്കിൽ റിട്ടയറായ വ്യക്തി. കഴിഞ്ഞ മെയ് മാസം വരെ അദ്ദേഹം സർവീസിലുണ്ടായിരുന്നു. ഇന്ത്യയിലെ 26 സംസ്ഥാനങ്ങളിൽ വിവിധ മേഖലകളിൽ കലാപ പ്രദേശങ്ങളിൽ പ്രശ്നബാധിത സ്ഥലങ്ങളിൽ ഒക്കെ പ്രവർത്തിച്ച ആ മനുഷ്യൻ ദീർഘകാലത്തെ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. സ്വാഗതം. താങ്ക് യു. ശരിക്കും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ CRPF? CRPF എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് ഇൻറ്റേർണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ഫോഴ്സാണ്. സെൻട്രൽ ഗവൺമെൻറ് നേരിട്ടുള്ള നിയന്ത്രണത്തിനുള്ള ഇൻറ്റേർണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയും പിന്നെ നാച്ചുറൽ കലാമിറ്റീസ് ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഫോഴ്സാണ്. അതായത് ഒരു പോലീസിനും പട്ടാളത്തിനും ആർമിക്കും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സംവിധാനം. തീർച്ചയായിട്ടും അല്ലേ. പിന്നെ ഭൂകമ്പം, നാച്ചുറൽ കലാമിറ്റീസ്, പിന്നെ പകർച്ചവ്യാധികൾ, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ പെട്ടെന്ന് സഹായം വേണ്ടുന്ന സമയത്തും CRPF അവിടെ വളരെ കാര്യമായിട്ട് പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പരിശീലനം എന്തൊക്കെ മേഖലയിലാണ് കിട്ടുന്നത്? ഞങ്ങളുടെ 1 വർഷത്തെ ബേസിക് ട്രെയിനിങ് ഉണ്ട്. നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞ് 1 വർഷത്തെ ബേസിക് ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് നമ്മളെ പോസ്റ്റിംഗ് ചെയ്യുന്നു. കൂടുതലും ഈ ബേസിക് ട്രെയിനിങ്ങിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന തോക്ക്, വെടിയുണ്ട, ബോംബുകളെ, പിന്നെ IPC, CRPC, ഇപ്പം ഇങ്ങനെയുള്ള പൊതു കാര്യങ്ങളാണ്. അപ്പോൾ ഈ നാച്ചുറൽ കലാമിറ്റി പോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടേണ്ടി വരുമ്പോൾ അതിനുള്ള എന്തെങ്കിലും അത് ഈ കൂടെ പരിശീലിപ്പിക്കുന്നുണ്ട്. നമുക്ക് 1 വർഷം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാത്തിനും വേണ്ടി വളരെ നമുക്ക് തികയുന്ന ഒരു സമയമാണ് 1 വർഷം. എങ്ങനെയാണ് ഈ CRPF-ലേക്ക് ചേരാനിടയായ സാഹചര്യം? ഞാൻ ഫൈനലി BA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. അങ്ങനെ ഞാൻ റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്തു. എവിടെയായിരുന്നു പഠിച്ചിരുന്നത്? മാന്നാനം KE കോളേജ്. മാന്നാനംകാരനാണ്, അതിരമ്പുഴക്കാരനാണ്. അപ്ലൈ ചെയ്തു. ഞാൻ അന്ന് അഡ്വർടൈസ്മെൻറ്റ് വന്നു, അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് എന്നെ ടെസ്റ്റിന് വിളിച്ചു. ആദ്യം ഫിസിക്കൽ ടെസ്റ്റായിരുന്നു. അതിലെനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് എഴുത്ത് പരീക്ഷ ഉണ്ടായിരുന്നു. എഴുത്ത് പരീക്ഷയിൽ ഞാൻ 3ാം സ്ഥാനത്തെത്തി. അങ്ങനെ എനിക്ക് ആ തിരുവനന്തപുരം ക്യാമ്പിൽ നിന്ന് സെലക്ഷൻ കിട്ടി. മദ്രാസിൽ സെൻട്രൽ ട്രെയിനിങ് കോളേജ് ഉണ്ടായിരുന്നു. അവിടെ 1 വർഷത്തെ ട്രെയിനിങ് പൂർത്തിയാക്കി എനിക്ക് ആദ്യമായി ഞാൻ ജോലിക്ക് പ്രവേശിക്കുന്നത് മിസോറാം എന്ന സ്ഥലത്താണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ സർവീസിൻ്റെ അവസാന കാലത്ത് ഇന്ത്യയെ ആകെ വാർത്തയിൽ നിറഞ്ഞ വലിയ കലാപങ്ങൾ നടന്ന മണിപ്പൂരിലായിരുന്നു അവസാന കാലത്തെ സർവീസ് എന്ന് അറിയാം, അല്ലേ? അതൊരു വലിയ അനുഭവമായിരിക്കുമല്ലോ ശരിക്കും. തീർച്ചയായും വലിയൊരു അനുഭവമാണ്. രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ദിവസങ്ങളായിരുന്നു അതൊക്കെ, അല്ലേ? തീർച്ചയായിട്ടും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ജീവിച്ച ഒരു ജനസമൂഹം പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലിക്കാനും തയ്യാറായി വരുന്ന ഒരു അവസ്ഥ തീർച്ചയായും ഭീതിജനകമായിരുന്നത്. അതെങ്ങനെ മാനേജ് ചെയ്തു? അവിടെ നേരിട്ട അനുഭവങ്ങളൊക്കെ നമുക്ക് പുറകെ പറയാം, നമുക്ക് അതിലേക്ക് എത്താം. ഓക്കെ. ഈ പരിശീലനം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോകുന്ന എവിടേക്കാണ്? ഞാൻ ആദ്യം പോകുന്നത് മിസോറാമിലേക്കാണ്. എന്നാൽ ഈ പരിശീലനത്തിൻ്റെ അവസാന ഘട്ടങ്ങൾ ഏകദേശം തീരാറായപ്പോൾ നമ്മുടെ ഗുരുനാഥന്മാരുണ്ടായിരുന്നു. അവർ നമ്മളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഓരോ സൂട്ട് കേസ് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. 24 ഇഞ്ചിൻ്റെ ഒരു സൂട്ട് കേസ്. ഞാൻ ഓർത്ത് വല്ല തുണിയൊക്കെ വെക്കാൻ, അത്യാവശ്യം സേഫ് സുരക്ഷിതമായിട്ട് വെക്കാൻ. ചെന്നൈയിൽ വെച്ച് ഞങ്ങളെ എല്ലാവരെയും കൊണ്ട് മേടിപ്പിച്ച്. എന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾ മദ്രാസിൽ നിന്ന് ആദ്യം കൽക്കട്ടയിൽ നിന്ന് ഗുവാഹട്ടി ചെല്ലണം. ഗുവാഹട്ടിയിൽ അന്ന് ഒരു ട്രെയിനാണ് ഗുവാഹട്ടിക്ക് പോകുന്നത്, ഒരു കാമരൂപ് എക്സ്പ്രസ്, മീറ്റർ ഗേജിൻ്റെ ഒരു ചെറിയ ട്രെയിൻ. അതിനകത്ത് കൽക്കട്ടയിൽ നിന്ന് നമ്മൾ റിസർവേഷൻ ഇല്ലാതെയാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇരിക്കാനൊന്നും ഇട കിട്ടുകയല്ല. നേരം നമ്മുടെ ഈ സൂട്ട് കേസാണ് നമ്മുടെ ഏറ്റവും വലിയ സീറ്റും ബെർത്തും എല്ലാം ഇരിപ്പിടമാണ്. അത് ഈ ബോഗിയിൽ കയറുമ്പോഴേ നമ്മൾക്കൊരു പ്രത്യേക സ്ഥലമുണ്ട്. ആ ഡോറിൻ്റെ അപ്പുറത്തോട്ട് മാറി നമ്മൾ ഈ സൂട്ട് കേസ് ഇട്ട് അതിലങ്ങിയിരുന്ന യാത്ര. അത് 24 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു ഗുവാഹട്ടി. എന്നിട്ട് ആദ്യം ചെന്ന് ചേരുന്നത് ഏത് ക്യാമ്പിലാണ്? ഗുവാഹട്ടിയിൽ നിന്ന് പിന്നെ 1 ദിവസത്തെ യാത്രയും കൂടി ഉണ്ട്. അത് വേറൊരു ട്രെയിൻ, ബാരക് വാലി ട്രെയിനിൽ. അതിൽ റിസർവേഷൻ ഒന്നുമില്ലായിരുന്നു, പക്ഷെ അത് തിരക്ക് കുറഞ്ഞ ഒരു ട്രെയിനാണ്. നമ്മൾ ഈ ഡിസ്കവറി ചാനലൊക്കെ കാണുന്ന പോലെ 2 സൈഡിലും കൂടും വനം, അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു നമ്മുടെ ടോയ് ട്രെയിൻ ഊട്ടിക്ക് പോകുന്ന, മേട്ടുപ്പാളയം പോകുന്ന പോലെ അതുപോലെ ഒരു ട്രെയിൻ യാത്ര. അത് പ്രകൃതി ഭംഗിയെല്ലാം കണ്ട് ആസ്വദിച്ച് ഞാൻ സിൽച്ചറിൽ ചെന്നിറങ്ങി. അവിടുന്ന് പിന്നെ നമ്മുടെ കോൺവോയ് ഉണ്ടായിരുന്നു. കോൺവോയിൽ നമുക്ക് പോകാൻ അനുവാദമുള്ളൂ. ആ സമയത്ത് അവിടെ വലിയ സംഘർഷമൊക്കെ ഉള്ളൊരു സമയമാണോ? മിസോറാം അവസാന ഘട്ടമായിരുന്നു, ഇൻസർജൻസിയുടെ അവസാന ഘട്ടമായിരുന്നു. നമ്മളവിടെ ചെല്ലുമ്പോൾ മുഖ്യമന്ത്രി ലാൽത്തൻവാല സാറായിരുന്നു. അദ്ദേഹം കുറച്ചു കാലം കഴിഞ്ഞപ്പം മാറി മിസോ നാഷണൽ ഫ്രണ്ട് അവിടെ
അധികാരമേറ്റു. അങ്ങനെ അധികാര കൈമാറ്റത്തിൻ്റെ സമയത്ത് നമ്മളുണ്ടായിരുന്നു. നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് വളരെ ഏകദേശം തീവ്രവാദം ഒരു ഒതുങ്ങിയ ലെവലാണ്. പക്ഷേ എന്നാലും നമ്മൾക്ക് മുൻകരുതൽ വളരെ എടുക്കേണ്ടതായിട്ടുണ്ട്. തീർന്നു എന്ന് പറയാൻ പറ്റിയ ഒരു സ്ഥിതിയല്ലായിരുന്നു. നിങ്ങളുടെ ക്യാമ്പൊക്കെ എവിടെയായിരുന്നു? ഞങ്ങൾ ഐസ്വാൾ സിറ്റിയിലായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ്. മുഖ്യമന്ത്രി, പിന്നെ 3-4 താഴെ മന്ത്രിമാരുണ്ടായിരുന്നു, പിന്നെ റേഡിയോ സ്റ്റേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതാണ് ഏറ്റവും സെക്യൂരിറ്റി ആവശ്യമുണ്ടായിരുന്ന സ്ഥലം. കാരണം പല പ്രാവശ്യം അവിടെ നിന്ന് ബാങ്ക് മോഷണം നടന്നിട്ടുള്ളതാണ്. കൂടുതൽ സ്ട്രെങ്ത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അവിടെയായിരുന്നു. ലാൽത്തൻ ബാലാർ സാബ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു. നമ്മൾ എവിടെയാണ് ഡ്യൂട്ടി കിട്ടിയത്? ഈ മുഖ്യമന്ത്രിയുടെ റെസിഡൻസിൽ. അവിടെ 3 ഷിഫ്റ്റായിട്ട് ഞങ്ങൾ 8 മണിക്കൂർ വെച്ച് ഡ്യൂട്ടി ചെയ്യുമായിരുന്നു. താമസം നമ്മൾ അവിടെ നിന്ന് ഒരു 300 മീറ്റർ മുകളിൽ ഒരു മലയുടെ മുകളിലാണ്. പക്ഷേ മലയുടെ മുകളിലായതുകൊണ്ട് അവിടെ വെള്ളത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് രാവിലെ കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള വെള്ളത്തിൻ്റെ സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. കുളിക്കാനും വസ്ത്രങ്ങളൊക്കെ അലക്കാനും വേണ്ടി നമ്മൾ ആഴ്ചയിലൊന്ന് തോക്കുമായിട്ട് നദിയിൽ പോകും. ഞങ്ങളൊരു 40 പേര് പോകും. 20 പേര് തോക്കുമായിട്ട് നദിയിൽ പലയിടത്തും കാവലിരിക്കും. 20 പേര് കുളിച്ച് വസ്ത്രങ്ങളെല്ലാം അലക്കി, പിന്നെ ആ 20 പേരെ നമ്മൾ മാറ്റി അവരും വന്ന് എല്ലാം ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ ആഴ്ചയിലൊന്നായിരുന്നു കുളി. ആഴ്ചയിലൊന്നൊക്കെ ആയിരുന്നു. ഈ നദി നഗരത്തിനടുത്തൂടെ ആയിരുന്നു സ്വല്പം അകലമുണ്ടായിരുന്നു. പക്ഷെ തോക്കുമായിട്ട് പോകുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ അന്ന് എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് നേരിട്ടിരുന്ന ഭീഷണി ശരിക്കും ഈ അവിടുത്തെ ഈ ഇൻസർജൻസിൽ നിന്ന്? അവിടുത്തെ ഇൻസർജൻസി എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയമായിരുന്നു. അതായത് ഞാൻ ചെല്ലുന്നതിന് കുറച്ച് വർഷങ്ങൾ മുന്നൊക്കെ മിസോറാമിൽ നമ്മുടെ ആരെങ്കിലും പിള്ളേർ പോസ്റ്റിംഗ് ആകുവാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ പാർട്ടി കൊടുത്താൽ വിട്ടുകൊണ്ടിരുന്നത്. കാരണം ഇനി തിരിച്ചു വരുമോ ഇല്ലയോ എന്നറിയാൻ പറ്റും. അത്രയ്ക്കും ഭീകരാവസ്ഥയായിരുന്നു. നമ്മുടെ ചെന്ന സമയത്ത് ഏകദേശം ശാന്തമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഇവരുടെ ഭീകരാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവർ ഉണ്ടാക്കിയിരുന്ന അതിക്രമങ്ങളൊക്കെ റോഡിലൊക്കെ ലാൻഡ് മൈനുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഏറ്റുമുട്ടൽ ലാൻഡ് മൈൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഏറ്റുമുട്ടൽ അവർ ഈ കാടിൻ്റെ മക്കളാണ്. അവർ ഈ ഗോത്രവർഗമായതുകൊണ്ട് അവർക്ക് കാട്ടിൽ കൂടെയൊക്കെ ഭയങ്കര സ്പീഡിലും സഞ്ചരിക്കും. തോക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്? തോക്കൊക്കെ ബർമയിൽ നിന്നായിരുന്നു കൂടുതലും. അയൽ രാജ്യങ്ങളിൽ നിന്ന്. അല്ലാതെ ഇപ്പം നമുക്ക് അവർക്ക് വേറെ സോഴ്സ് ഇല്ല. അയൽ രാജ്യങ്ങളിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു 5-6 മാസത്തോളം ഉണ്ടായിരുന്നു. അന്നേരം പിന്നെ മിസോറാം ശാന്തമായി. വലിയൊരു ഏറ്റുമുട്ടലൊന്നും അവിടെ വേണ്ടി വന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സെക്യൂരിറ്റി ചുമതലയിൽ മാത്രമായിരുന്നു. അന്ന് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സെക്യൂരിറ്റി ഒക്കെ എങ്ങനെയായിരുന്നു? കാരണം അവിടുത്തെ ലോക്കൽ പോലീസിന്റെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവില്ലേ അവിടെ? ഔട്ടർ റിംഗ്. നിങ്ങളാണോ ഇന്നർ റിംഗിൽ? അത് ശരി. അതായത് ലോക്കൽ പോലീസിനെ വിശ്വാസം ഇല്ലായിരുന്നു അവിടെ? വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞുകൂടാ. അല്ല, നമുക്കിപ്പോൾ കേരള സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ കേരള പോലീസ് ആണല്ലോ മുഖ്യമന്ത്രിയുടെ ഇന്നർ റിംഗിൽ എപ്പോഴും ഉണ്ടാവുക, അല്ലേ? അവിടെ സെൻട്രൽ പോലീസ് ആയിരുന്നു ഇന്നർ റിംഗിൽ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് പോലീസിനേക്കാൾ കുറച്ചുകൂടെ വിശ്വാസം CRPF ആയിരുന്നു എന്നല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അവരുടെ ലോക്കൽ ഭാഷയൊക്കെ അറിയാവുന്നതുകൊണ്ട് കൂടുതലും ഗേറ്റിലും ഔട്ടർ റിംഗിലും ഉള്ള അവരെ നിയോഗിക്കുന്നത്. കാരണം പുറത്തുനിന്ന് വരുന്നവരെയൊക്കെ ഡീൽ ചെയ്യാനായിട്ട് അവർക്ക് നന്നായി സാധിക്കും. നമ്മൾക്ക് അതിന് സ്വല്പം ബുദ്ധിമുട്ട് വരുന്നു. അവിടെ ഒരു കുറഞ്ഞ കാലാവധിക്ക് ശേഷം പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് പഞ്ചാബിലേക്ക് പോകാനായിട്ട്. ആ സമയമായപ്പോഴത്തേക്കും പഞ്ചാബും അത്യാവശ്യം നല്ല തിളച്ചു നിൽക്കുന്ന നല്ലൊരു സമയമായിരുന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കഴിഞ്ഞ് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു, രാജീവ് ഗാന്ധി അധികാരത്തിൽ വരുന്നു. അവിടെ ഗില്ലാണെന്ന് തോന്നുന്നു ആ സമയത്ത്. JF റിബേറോ സാബായിരുന്നു. അതിനുശേഷം ഗിൽ സാർ വന്നു. ഞങ്ങൾ പിന്നെ ഇവിടുന്ന് പഞ്ചാബിന് പോകാൻ ഓർഡർ കിട്ടി. ഞങ്ങൾ ഇവിടുന്ന് 31 വണ്ടിയായിട്ട് കോൺവോയ് ആയിട്ട് പോയി. അതായത് നിങ്ങൾ അവിടുന്ന് തന്നെ വണ്ടിയിലാണ്, നിങ്ങളെ തന്നെ വണ്ടിയിൽ ഈ പഞ്ചാബ് വരെ, അതായത് ഏതാണ്ട് കിഴക്കേ അറ്റത്ത് നിന്ന് പടിഞ്ഞാറേ അറ്റത്തേക്കുള്ള ദീർഘയാത്രയാണ്. അത് എത്ര ദിവസം എടുത്തു ആ യാത്ര? 17 ദിവസം. ശരി. 17 ദിവസം കൊണ്ട് ഞങ്ങൾ പഞ്ചാബ് വരെ എത്തിയില്ല. മൊറാദാബാദ് എത്തിയപ്പോഴത്തേക്ക് അവിടെ ഞങ്ങളെ നിർത്തി. അവിടെ കുറച്ച് ദിവസം ഞങ്ങളെ ഡ്യൂട്ടിക്ക് ഇട്ട്. എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം? 2 സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നം, അതിഭീകരമായ വഴക്ക്. വളരെയധികം കൊലപാതകമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് എനിക്ക് മലേറിയ ഉണ്ടായി. മലേറിയ പിടിച്ച് ഞാനവിടെ സെൻട്രൽ പോലീസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഒരു 10-17 ദിവസത്തോളം അഡ്മിറ്റായി. ഇച്ചിരി കൂടുതലായിരുന്നു. ഹോസ്പിറ്റലിൽ ഇങ്ങനെ അഡ്മിറ്റായി ഞാനവിടെ കിടക്കുമ്പോഴത്തേക്കിനും ഒരു ദിവസം ഒരു 3 പേര്, 3 പേര് മുന്നിൽ, പുറകിലൊരു 5-8 പേരോളം ഉണ്ട്. അവർ കുറേ ലഡുവായിട്ട് വന്നിങ്ങനെ എല്ലാവർക്കും ലഡു വിതരണം ചെയ്യും. ഹോസ്പിറ്റലിനകത്ത് ലഡു വിതരണം ചെയ്യും.
സാധാരണ നമുക്കൊരു കാഴ്ചപ്പാടാണല്ലോ, മുട്ടായി വിതരണം ചെയ്യണം, എനിക്ക് പരീക്ഷ ജയിക്കണം, ജോലി കിട്ടണം, അല്ലെങ്കിൽ കുട്ടികളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ. ഇതിങ്ങനെ അവരുടെ മുഖത്ത് അങ്ങനെ വലിയ പ്രത്യേക ഫീലിങ്സ് ഒന്നും ഞാൻ കാണുന്നില്ല. എനിക്കും തന്ന ലഡു ഞാനത് വാങ്ങിച്ചിട്ട് ഞാൻ പിന്നെ ആ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ ഇതെന്താ ഇവരിങ്ങനെ വന്ന് ലഡു ഒക്കെ തന്ന് എന്താ, കുട്ടികൾ വല്ലതും ഉണ്ടായതാണ്? പിന്നെ കുട്ടികളൊന്നും ഉണ്ടായതല്ല, ഇന്നത്തെ ദിവസം അവരെല്ലാ വർഷവും ഇവിടെ വന്ന് ലഡു വിതരണം ചെയ്യുന്നതാണ്. എന്ത് പറ്റി? ഞാൻ പറഞ്ഞ് ഇന്ന് അവിടെ ഈ സമുദായങ്ങൾ തമ്മിൽ വഴക്ക് പറഞ്ഞ് ഒത്തിരി പേര് കൊല്ലപ്പെട്ട്, സംഖ്യ ഞാൻ പറയുന്നില്ല, ഒത്തിരി പേര് കൊല്ലപ്പെട്ടവരെ എല്ലാം കൂടെ പെട്ടെന്ന് കൊണ്ട് ഒരു വലിയ ഷെഡിനകത്തോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് വീടുകളിൽ എത്തിക്കണം, അല്ലെങ്കിൽ കൂടുതൽ ദിവസം ഇരിക്കും തോറും പിന്നെയും കമ്മ്യൂണൽ ടെൻഷൻ കൂടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഇവരെ പോസ്റ്റ്മോർട്ടത്തിനെടുത്ത്. ഈ പോസ്റ്റ്മോർട്ടത്തിനെടുത്ത കൂട്ടത്തിൽ നിന്ന് ഈ 3 പേര് ജീവനോടെ തിരിച്ചു വന്നതാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഹാളിനകത്ത് കൊണ്ടുപോയിട്ട് ആ ഹാളിൽ നിന്ന് അവർ 3 പേരെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എടുത്ത ആ ഡോക്ടർക്ക് സംശയം തോന്നി, പരിശോധിച്ചപ്പോൾ അവർക്ക് ഉള്ളിൽ ജീവനുണ്ട്. ആ 3 പേരും തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന്, അത് കഴിഞ്ഞ് ആ ദിവസം എല്ലാ വർഷവും അവർ ആ ആശുപത്രിയിൽ വന്ന് എല്ലാ സ്റ്റാഫിനും പേഷ്യൻറ്റിനും എല്ലാവർക്കും ലഡു വിതരണം ചെയ്തു. അവിടെ ഒരു 17 ദിവസം ആശുപത്രി കിടന്ന് അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്ന്. നിങ്ങളുടെ ടീം അങ്ങ് പോയില്ലേ? ഇല്ല, അവിടെ ഉണ്ട്. പിന്നെ ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെയും മൂവായി പഞ്ചാബിലേക്ക്. ഡൽഹിയിൽ ചെന്നപ്പോഴത്തേക്കിന് പിന്നെയും നിർത്തി. നിങ്ങളുടെ ഈ ഒരു കമ്പനിയാണോ ഒന്നിച്ച് മൂവ് ചെയ്തത്? അല്ല, ഇത് ഞങ്ങൾ പഞ്ചാബിൽ പോയപ്പോൾ 31 വണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒത്തിരി ഗവൺമെൻറ് സ്റ്റോറും പിന്നെ നമ്മുടെ റെക്കോർഡ്സൊക്കെ ഉണ്ടായിരുന്നു. അതെന്തിനാണ് ഈ മിസോറാമിൽ നിന്ന് പഞ്ചാബിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം? മൊത്തം ബറ്റാലിയൻ പോകുമായിരുന്നു. മൊത്തം ബറ്റാലിയൻ പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം അങ്ങനെയാണോ നിങ്ങളുടെ സാധാരണ മൂവ്മെന്റ്? ഒരു ബറ്റാലിയൻ മൂവ് ആകണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ട്രെയിൻ ഒക്കെ വേണ്ടി വരും, 40 ബോഗിയൊക്കെ വേണ്ടി വരും അതിനകത്ത്. ഒരു ബറ്റാലിയൻ എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ ഉണ്ടാവും? 1046 ആളുണ്ടാവും. അപ്പൊ അതിന്റെ ഏത് 1246. അപ്പൊ അതിന്റെ കമാൻഡിംഗ് ഓഫീസർ ആരായിരിക്കും? ഒരു SSP റാങ്കിലുള്ള ഒരു ഓഫീസർ. ശരി. പിന്നെ അതിൻ്റെ കീഴിൽ 2 സെക്കൻഡ് ഇൻ കമാൻഡ് ഉണ്ട്, പിന്നെ അസിസ്റ്റന്റ് കമാൻഡന്റ് ഉണ്ട്, പിന്നെ ഇൻസ്പെക്ടേഴ്സ് SI, അങ്ങനെയാണ് താഴെ ഫോർമേഷൻ. അപ്പോൾ നിങ്ങൾ പഞ്ചാബിലേക്ക് ചെല്ലുന്ന അവസ്ഥ എങ്ങനെയാണ്? പഞ്ചാബിലേക്ക് ഞങ്ങൾ ഇവിടുന്ന് ഡൽഹിയിൽ ചെന്ന് ഡൽഹി വരെ എത്തിയപ്പോൾ പിന്നെ ഞങ്ങളെ അവിടെ സ്റ്റോപ്പ് ചെയ്ത്. അന്നേരം പിന്നെ ഞങ്ങളുടെ ആ കൂടുതൽ വണ്ടികൾ മെയിൻ എല്ലാം കൂടെ അവർ പഞ്ചാബിന് പോയിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു 5 വണ്ടിയും ഒരു 100-120 പേരോളം ഡൽഹിയിൽ ഞങ്ങളെ നിർത്തി. അന്ന് ഇന്ദിരാഗാന്ധി മാഡത്തിൻ്റെ ആനിവേഴ്സറി ആയിരുന്നു. അന്നേരം അവിടെ മെമ്മോറിയലിൽ ഞങ്ങളെ കൊണ്ട് ഞങ്ങളൊരു 20 പേരോളം കൊണ്ട് ആ മെമ്മോറിയൽ, അതായത് നമ്പർ 1 സഫ്തർജംഗിലെ മാഡം താമസിച്ചുകൊണ്ടിരുന്ന വീട്, അവിടെ ആഘോഷം, വാർഷിക ആഘോഷത്തിന് വേണ്ടിയിട്ട് അതുപോലെ തയ്യാറെടുപ്പാനാണ്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുപോയിട്ട്. അങ്ങനെ ആ വീടാണ് ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി തന്നത്. ആ വീട് തന്നെയോ? വീട്, കാരണം തൊട്ടപ്പുറേ ഇപ്പുറേ മുഴുവൻ VIP-കളുടെ വീടാണ്. വേറെ എങ്ങും നമുക്ക് അടുത്ത് അക്കോമഡേഷനും ഇല്ല. പിന്നെ അവിടെ ഒരു ഷെഡ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞ് ഇവിടെ ഏതെങ്കിലും ഒരു മുറിയിൽ സ്റ്റേ ചെയ്തോളാം. അങ്ങനെ ആ മാഡം താമസിച്ചുകൊണ്ടിരുന്ന ആ വീട് മുഴുവൻ കാണാൻ സാധിച്ചു. ഒരു മ്യൂസിയം ആയിട്ടുണ്ടോ? ഇല്ല, മ്യൂസിയം ആയിട്ടില്ല, മെമ്മോറിയൽ ആയിട്ടില്ല. ആ ഒരു സാധാരണ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു സാധാരണ ഒരു കർഷക കുടുംബത്തിൽ ഉള്ള അത്രയും പോലും ആഡംബരം ഇല്ലാത്തൊരു ജീവിതമായിരുന്നു. എല്ലാ മുറിയിലും ഒരു ബെഡ്, ഒരു കട്ടില്, ഒരു ടേബിള്, ഒരു ചെയറ്, ഒരു 6 ഡൈനിങ് ചെയറ്, ഒരു ഡൈനിങ് ടേബിള്, വളരെ കിച്ചണിലാണ് ഇതെല്ലാം കയറി കണ്ട് നമ്മളെ, കാരണം എല്ലാ മുറിയും നോക്കുകയും വേണമായിരുന്നു, കാണുകയും ചെയ്യായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പഞ്ചാബിന് പോയി. പഞ്ചാബിൽ ചെന്ന് അമൃത്സർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരു 40-50 കിലോമീറ്ററും കൂടെ കാണുമെന്ന് തോന്നുന്നു, ഒരു തറൻതാറൻ സബ് ഡിവിഷൻ. ഇന്നതിപ്പോൾ ഡിസ്ട്രിക്റ്റായി. അതായത് അന്നത്തെ സമയത്ത് ലോകത്തിലെ തീവ്രവാദം ഏറ്റവും കൂടുതൽ ഉണ്ടെന്ന് ചോദിച്ചാൽ ആ ഒരു സ്ഥലം അതിൽ ഉൾപ്പെടേണ്ടതാണ്. അത്ര കണ്ടു ഭീകരമായ ഒരവസ്ഥ. ഞങ്ങളവിടെ ചെന്നൊരു 2 ആഴ്ചയോളം ഞങ്ങൾക്ക് അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ ക്ലാസ് എടുത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇവരുടെ മോഡസ് ഓപ്പറൻഡി എങ്ങനെയാണ്, തീവ്രവാദികളുടെ പ്രവർത്തന ശൈലി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്ന് എന്നിട്ട് പിന്നെ ഞങ്ങളെ ഡ്യൂട്ടിക്ക് വിട്ടു. അവിടെ 3 എൻ്റെ ആ ടെന്യൂറിൽ ഒരു 3 SP ഓപ്പറേഷൻ, SSP അമൃത്സർ ഉണ്ടായിരുന്നു, പിന്നെ SP ഓപ്പറേഷൻ ആയിരുന്നു ഈ തീവ്രവാദ വിരുദ്ധ സേനയുടെ ഉത്തരവാദിത്വം നോക്കിക്കൊണ്ട് ഈ തീവ്രവാദികൾക്കെതിരെയുള്ള ആക്രമണങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്ന അദ്ദേഹമായിരുന്നു. നിങ്ങളുടെ ജോലി ശരിക്കും എന്തായിരുന്നു ആ സമയത്ത് അവിടെ?
ഇവരുടെ കൂടെ പോലീസിൻ്റെ കൂടെ അതായത് ഈ ഓപ്പറേഷന് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുകയാണോ ചെയ്യുന്നത്? സപ്പോർട്ട് കൊടുക്കും. നമ്മൾക്ക് ലോക്കൽ അല്ലാത്തതിൻ്റെ ഒരു ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. പിന്നെ നമുക്ക് അവിടുത്തെ വഴികളോ ഗ്രാമോ ഒന്നും അറിയില്ല. പോലീസ് ആയിരിക്കും ലീഡ് ചെയ്യുന്നത്. പോലീസ് കൂടെ വരും നമ്മുടെ. ശരി. നമ്മൾ ഓപ്പറേഷൻ, അതായത് സ്പെഷ്യൽ ഓപ്പറേഷന്റെ ഒരു ടീമായിരുന്നു അത്. അതായത് തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷന്റെ ഒരു ടീമായിട്ടാണ് നിങ്ങൾ അവിടെ പ്രവർത്തിച്ചത്. ഓരോ ഗ്രാമത്തിലും പോയി റെയ്ഡ് നടത്തുകയാണ്. എന്താണ് ചെയ്യുന്നത്? വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മളൊരു 5:30-6 മണിയാകുമ്പോൾ ഇറങ്ങും. അവരും ആ സമയത്താണ് ഇറങ്ങുന്നത്. അവർ നമ്മളെ അറ്റാക്കാൻ, നമ്മൾ അവരെ പിടിക്കാൻ. നമ്മുടെ ഉദ്ദേശം പിടിക്കാന്നുള്ള. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് വരുമ്പോൾ ചിലപ്പോൾ വെടിവെച്ച് മരിച്ചെന്ന് ഇരിക്കും. അപ്പൊ ഇവർ വൈകുന്നേരം ഇറങ്ങിയിട്ട് എന്താ ഇവർ ചെയ്യാൻ പ്ലാൻ ഇടുന്നത്? നമ്മളെ അറ്റാക്ക് ചെയ്യുക. അതായത് നമ്മുടെ കേന്ദ്രങ്ങളിലേക്ക് വരിക എന്നുള്ളത്. ആ ജില്ലയിൽ എല്ലായിടത്തും അല്ലെങ്കിൽ സബ് ഡിവിഷനിലെ എത്ര സ്ഥലത്ത് ഈ CRPFന്റെ ക്യാമ്പുകൾ ഉണ്ടാവും? മിക്കവാറും എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടാവുമോ? എല്ലാ ഗ്രാമങ്ങളിലും ഇല്ല. ഒരു 8-10 ഗ്രാമങ്ങൾക്കുള്ളിൽ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടേക്കാണോ ഇവരുടെ ആക്രമണം വരിക? അതായത് അവിടുന്ന് നിങ്ങളെ തുരത്തുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അവരുദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവുക, നമ്മൾ ആഗ്രഹിക്കുന്ന അവർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവുക. അങ്ങനെ അവിടെ SP ഓപ്പറേഷൻ തരംതാരനായിരുന്നു ഇതിൻ്റെ ചുമതല. നമ്മുടെ ഈ പോരാട്ടത്തിൻ്റെ ആദ്യത്തെ എൻ്റെ ആ ഒരു ടെന്യൂറിൽ തന്നെ 3 SP ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. 3 പേരും അവിടെ വെച്ച് തന്നെ മരിച്ചു. SP ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? SP റാങ്കിലുള്ള ഒരു അധികാരി പോലീസിന്റെ അദ്ദേഹമായിരുന്നു ഇത് മൊത്തം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം ഹർജീത് സിംഗ് സാർ ആയിരുന്നു, അദ്ദേഹം മരിച്ചു. മരിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ കൂടെ ഓപ്പറേഷന് പോകുമ്പോഴാണോ അദ്ദേഹം മരിക്കുന്നത്, അതോ അവര് ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുകയായിരുന്നോ? ഓപ്പറേഷൻ ഇടയ്ക്കാണ്. ഓപ്പറേഷൻ ഇടയ്ക്കാണ്. അപ്പോൾ CRPFകാരും ആ കൂടെ ഉണ്ടാവില്ലേ? ഉണ്ടായിരുന്നു. നിങ്ങൾക്കും എൻ്റെ ക്യാമ്പല്ലായിരുന്നു. പക്ഷേ അവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ടാവില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒത്തിരി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ SP ഓപ്പറേഷൻ അത് കഴിഞ്ഞ് അവതാർ സിംഗ് ചേത്ര സാബ് വന്നു, അദ്ദേഹം അവിടെ വെച്ച് മരിക്കുന്നു. മൂന്നാമത്തെ SP ഓപ്പറേഷൻ വന്ന് ഗുർബച്ചൻ സിംഗ് ടിവാന, അദ്ദേഹം അവിടെ വെച്ച് മരിക്കുന്നു. നാലാമത്തെ SP ഓപ്പറേഷനാണ് അവിടുന്ന് ടെന്യൂർ കംപ്ലീറ്റ് ചെയ്ത് ജീവനോടെ തിരിച്ചു പോകുന്നത്. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ CRPFും ഇത്രയും സന്നാഹങ്ങളും ഉണ്ടായിട്ടും ഈ നമ്മുടെ പോലീസ് ഓഫീസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് കഴിയാതെ വരുന്നത്? കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓപ്പറേഷൻ്റെ ഒരു പ്രത്യേകത എന്തെങ്കിലും കൊണ്ടാണോ? ഇപ്പോൾ SSP ബട്ടാലിയൻ ഉണ്ടായിരുന്നു, ഗോവിന്ദരാം സാബ്. അദ്ദേഹത്തെ കൊന്നത് എങ്ങനെയാണ്, അദ്ദേഹത്തിന് അത്യാവശ്യം സംഭവിച്ചത് എന്തെങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ ഡ്രോയറിനകത്ത്, ടേബിളിൻ്റെ ഡ്രോയറിനകത്ത് ബോംബ് ഫിറ്റ് ചെയ്തായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് അയാളുടെ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഡ്രോയറിനകത്ത് ഇത് ഫിറ്റ് ചെയ്യണമെങ്കിൽ അവിടുത്തെ പോലീസ് ഇൻവോൾവ്, അതിനകത്തൊരു പോലീസുകാരൻ ഇൻവോൾവ് ആണ്. അദ്ദേഹത്തെ പിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വിട്ടായിരുന്നു. പിന്നെ ഏറ്റുമുട്ടൽ നടക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും കമാൻഡേഴ്സ് നമ്മൾ മുന്നിൽ നിന്ന് ലീഡ് ചെയ്യും ട്രൂപ്സിനെ. അന്നേരം അത്യാവശ്യം സംഭവിക്കും. അതാണ് ഒരു കാരണം. അപ്പോൾ ഈ മുമ്പിൽ നിന്ന് ലീഡ് ചെയ്യുന്ന ആളുകൾക്ക് പ്രൊട്ടക്ഷൻ ഉള്ളൊരു ഫെസിലിറ്റി വേണ്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ? ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റൊക്കെ ഉണ്ട്, അത്രയൊന്നും ഇല്ലായിരുന്നു. ചണ്ഡീഗഡിൽ നിന്ന് നമ്മൾ ലുധിയാനയ്ക്ക് പോകുന്ന ഒരു റൂട്ടിൽ മിറിണ്ട എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട്. അവിടെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോഴത്തേക്കിന് വെടിവെച്ച്, നമ്മൾ അവിടെ ജംഗ്ഷനിൽ നിൽക്കുകയാണ്, വെടിവെച്ച് കേട്ട് ഒരു 200 മീറ്റർ അകലെ ലെഫ്റ്റ് സൈഡിലേക്കാണ് വെടിവെച്ച് കേട്ടത്. നമ്മൾ ഉടനെ അങ്ങോട്ട് ഓടി. എൻ്റെ കൂടെ കുറച്ച് പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് എതിർവശം ഒരു യുവാവ് ഓടുന്ന കാണാം. ഒരു 100 മീറ്റർ അകലമുണ്ട് ഞങ്ങൾ തമ്മിൽ. അദ്ദേഹം ഓടുന്ന കാണാം. ഈ തണുപ്പ് സമയമായതുകൊണ്ട് ഒരു കമ്പിളി ചുറ്റി പുതച്ച് ഓടുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയ സംശയം തോന്നി. പക്ഷേ അതിനൊക്കെ ഇനി അതാണോന്ന് അതിൻ്റെ മുകളിൽ നമുക്ക് ഒരാളെ വെടിവെക്കാൻ പറ്റുമല്ലോ. ഞങ്ങൾ ഓടി ആ വീട്ടിൽ ശബ്ദം കേട്ട ആ ഭാഗത്ത് ചെന്നപ്പോഴത്തേക്കിന് കുറച്ച് ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട്. ഒരു ചുറ്റുപാടുള്ളൊരു മനുഷ്യൻ, ആ കുടുംബനാഥൻ മരിച്ചു കിടപ്പുണ്ട് വെടികൊണ്ട്. ഈ ഭർത്താവ് മരിച്ച കൊണ്ടുകൊണ്ട് ആ ഭാര്യ എന്ത് ചെയ്തു, ആ ഭാര്യ മണ്ണെണ്ണ ഒഴിച്ച് ദേഹത്തോട്ട് തീ കൊളുത്തി. ആ ഭാര്യ നിന്ന് കത്തുന്നുണ്ട്. 2 കൊച്ചു കുട്ടികൾ അവിടെ നിന്നുകൊണ്ട് കണ്ണുനീരൊഴുക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു കാഴ്ചയായിരുന്നു. നമുക്കത് ഈ ഓടിയ ആള് വെടിവെച്ചിട്ട് പോയതാണ് അല്ലേ? അദ്ദേഹത്തെ പിന്നീട് കിട്ടി, നമുക്ക് കൊല ചെയ്തു ഒരു 6 മാസം കഴിഞ്ഞ്. വെടിവെച്ച ആൾക്ക് ഈ കുടുംബത്തോട് ഒരു ശത്രുതയില്ലായിരുന്നു. ഒരു സമുദായം മറ്റൊരു സമുദായം. ശരി. ഈ സാമുദായികമായ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു, സിഖുകാരും മറ്റ് ഹിന്ദുക്കളുമായിട്ടായിരിക്കണം. അതായിരുന്നു. ഇവർക്ക് ഓരോ ഗ്രാമത്തിലും സജീവമായ പ്രവർത്തനം ഉണ്ടായിരുന്നോ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക്? അവർ അവരുടേതായ ചില ഗ്രാമങ്ങളും അല്ലാത്തവരുടെ ഗ്രാമങ്ങളും അങ്ങനെ സെപ്പറേറ്റ് ആയിരുന്നു, അതോ എല്ലാ ഗ്രാമത്തിലും? അമൃത്സർ ജില്ല എന്ന് പറഞ്ഞാൽ വളരെയധികം തീവ്രവാദ ബാധിത പ്രദേശമായിരുന്നു. അതിൽ നിന്ന് തരംതാരൻ സബ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉപരി, അതായത് എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം യൂത്തും ഈ വഴിതെറ്റി
ഈ കൂടെ കൂടിയതാണ്. ഇതൊരു അതിർത്തി പ്രദേശമാണോ? അതെ അതെ, ഇതിന്റെ പാകിസ്ഥാന്റെ ബോർഡറാണത്. അപ്പോൾ ഈ ആയുധങ്ങളൊക്കെ ആ വഴിക്കായിരിക്കും ഇവർ കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത് അല്ലേ? നന്നായിട്ട് അവരുടെ ഗവൺമെന്റ് അവർക്ക് ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അന്നേരം പിന്നെ ആദ്യം എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ സ്മഗ്ലേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് പൈസയാണല്ലോ പ്രധാനം. ഇവരെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലങ്ങളോ ഇവർക്ക് ഈ പരിശീലനം കൊടുക്കുന്ന മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ നിങ്ങൾ റെയ്ഡ് നടത്തുകയോ ഓപ്പറേഷൻ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അതിൻ്റെ എന്തെങ്കിലും? പക്ഷേ നമ്മൾ മൂവ് ആകുമ്പോഴത്തേക്കിനും അവർക്ക് ഏകദേശം വിവരം കിട്ടുന്നുണ്ട്. അത് പബ്ലിക് വഴിയാണോ അതോ ഇനി നമ്മുടെ മൂവ് നമ്മൾ വണ്ടിക്ക് പോകുന്നു, നടന്നു പോയാലും നമ്മൾ യൂണിഫോം ഇട്ടുകൊണ്ടല്ലേ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും അവർക്കത് നോട്ടീസ്, അവരുടെ ഇന്റലിജൻസ് നെറ്റ്വർക്ക് നല്ലതായിരുന്നു. പോലീസിൽ ഉൾപ്പെടെ അവർക്ക് ആളുകളുണ്ടല്ലോ. ഉണ്ടായിരുന്നു പോലീസിലുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രിൻസിപ്പാൾ ഉണ്ടായിരുന്നു, ലേഡീസ് കോളേജിൻ്റെ പ്രിൻസിപ്പാൾ. ആ മാഡം ഒത്തിരി ഈ തീവ്രവാദത്തിന് പോകുന്നതിനെതിരെ സംസാരിക്കുകയും ഒത്തിരി പിള്ളേരെ പിടിച്ച് ക്ലാസ് എടുക്കുകയും മോട്ടിവേഷണൽ സ്പീക്കൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അന്നേരം നമ്മളും ചെന്ന് മാഡത്തിനോട് പറഞ്ഞു, മാഡം ഇച്ചിരി കെയർഫുള്ളായിരിക്കണം, അല്ലെങ്കിൽ വേണമെങ്കിൽ നോട്ട ഇട്ടിട്ടുണ്ട്. ഇവർ തന്നെ ചെന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പണി നിർത്തിക്കോ, അല്ലെങ്കിൽ നിങ്ങളെ ശരിയാ. അവർ പറഞ്ഞു എന്ത് വേണേലും ചെയ്തോ, ഞാൻ എൻ്റെ ഈ പണി ഉപേക്ഷിക്കാം. അത്ര ധൈര്യത്തോടു കൂടി അവർ മുന്നോട്ട് പോയി. ഒരു ദിവസം ഒരു 9:30 ആയപ്പോൾ നമുക്ക് അറിവ് കിട്ടി, മാഡത്തിനെ വെടിവെച്ച് വന്നു. കോളേജ് വെച്ച് തന്നെ? കോളേജല്ല, റൂമിലിരിക്കുമായിരുന്നു, പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ കസേരയിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. ഇവർ തോക്കുമായിട്ട് വന്നിട്ട് വായിൽ വെടിവെച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ നിന്റെ ഈ നാക്ക് അത്ര ശരിയല്ലായിരുന്നു. വേറെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പയ്യൻ എങ്ങനെ തീവ്രവാദിയായി എന്നുള്ളതൊരു സംഭവമാണ്. ഒരു ചരൺജിത് സിംഗ് ചന്നി എന്ന് പറയുന്ന ഒരു പയ്യൻ, ഒരു 23-24 വയസ്സുണ്ട്. അവനിങ്ങനെ ഇങ്ങനെ വലിയ പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്ന. അപ്പോഴേ അവൻ്റെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മോനും അവിടുത്തെ വില്ലേജ് ചീഫിൻ്റെ മകനും കൂടെ ഇവനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ആ വീട്ടുകാർക്ക് എന്തോ മറ്റൊരു വീട്ടുകാരുമായിട്ട് ശത്രുതയുണ്ടായിരുന്നു. അന്നേരം അവിടെ ചെന്ന് അവരുടെ ചെറിയ കടയോ പമ്പ് ഹൗസോ ഏതാണ്ടെല്ലാം തീ കത്തിച്ച്. അന്നേരം പോലീസ് വന്ന് നോക്കിയപ്പോഴത്തേക്കിനും ഒന്ന് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മകൻ, ഒന്ന് അവിടുത്തെ വില്ലേജ് ചീഫിൻ്റെ മകൻ. പോലീസുകാർ ഇവനെ പിടിച്ചുകൊണ്ട് പോയി. ഇവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് നന്നായിട്ട് പെരുമാറി, നന്നായിട്ട്. പഞ്ചാബ് പോലീസിന്റെ കയ്യിൽ കിട്ടാന്ന് പറഞ്ഞാൽ പിന്നെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇറങ്ങിയാൽ തന്നെ ഭാഗ്യം. അങ്ങനെ ഈ പയ്യൻ വന്ന് അത് കഴിഞ്ഞ് രണ്ടാമത് ആ ഗ്രാമത്തിലൊരു മോഷണം നടന്ന് അതിന് ഇവനെ പിടിച്ചുകൊണ്ട് പോയി. അന്ന് നന്നായിട്ട് നല്ല ക്രൂരമായിട്ട് പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലുകൊണ്ട്. അവിടുന്ന് പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞ് ഈ പയ്യൻ എന്ത് ചെയ്ത്, അന്ന് ഈ ഗവൺമെൻറ് ഒരു പോളിസി ഇറക്കിയായിരുന്നു, യുവാക്കൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുന്നുണ്ട്. ഈ പയ്യൻ അവിടെ പോയിട്ട് 25,000 രൂപ മേടിച്ചിട്ട് ഒരു കട തുടങ്ങി. ഞാൻ സമാധാനമായിട്ട് ജീവിക്കട്ടെ, അല്ല ഈ പോലീസുകാരെന്നെ വെറുതെ വിടുകയല്ലോ. ഈ കട തുടങ്ങി ഒരു 3 ആഴ്ച 1 മാസത്തോളം നന്നായിട്ട് ആ കട പോയി. ഒരു ദിവസം അവിടെ പിന്നെയും ഒരു മോഷണം നടന്ന് ഈ പോലീസുകാർ ഇവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് വളരെ ക്രൂരമെന്ന് പറഞ്ഞാൽ അതിക്രൂരമായിട്ട് മർദ്ദിച്ചു. 13 ദിവസത്തോളം മർദ്ദനം കഴിഞ്ഞ് പുറത്ത് വന്ന് പിൻഭാഗത്തെല്ലാം ബിയർ കുപ്പിയെല്ലാം പറയാൻ വയ്യാത്ത വിധത്തിൽ. എന്നിട്ട് 13 സ്റ്റിച്ച് ഉണ്ടായിരുന്നു പയ്യന്. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഒരു 2 ആഴ്ചയോളം ആ ഹോസ്പിറ്റലിൽ കിടന്നു. അവിടുന്ന് പിന്നെ ഡിസ്ചാർജായി വന്ന് ആദ്യം ചെയ്ത് ആ കട വിറ്റ് 25,000 രൂപയ്ക്ക് പോയി AK-47 മേടിച്ച്. എന്നിട്ട് തീവ്രവാദിയായി. തീവ്രവാദിയായി കഴിഞ്ഞ് ഇങ്ങനെ തപ്പി നടും. പക്ഷെ ആരെയും ഉപദ്രവിച്ചു ഒന്നുമില്ല. ഇങ്ങനെ ഇവൻ തീവ്രവാദിയായി ഗ്രൂപ്പിൻ്റെ കൂടെ ചേർന്നു എന്നൊക്കെ നമുക്ക് അറിവ് കിട്ടി. ഒരു മാസത്തോളവും കഴിഞ്ഞപ്പോൾ ഈ മൊറിൻഡ എന്ന് പറയുന്ന ഒരു ഷുഗർ മില്ലുണ്ട്. അവിടെ ഒരു ജംഗ്ഷൻ്റെ പേരാണ്, നമ്മൾ ഈ മരങ്ങാട്ട് പള്ളി എന്ന് പറയുന്ന പോലെ. ആ ജംഗ്ഷനിൽ ഈ അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ ഈ സർക്കിൾ ഇൻസ്പെക്ടറിന് തുല്യമായിട്ടുള്ള ഈ പയ്യനെ ക്രൂരമായി പീഡിപ്പിച്ച് അദ്ദേഹം അവിടെ നിൽക്കുമായിരുന്നു. ഇവൻ AK-47 പുറകിൽ പിടിച്ചുകൊണ്ട് വന്ന് ഈ മറ്റേ SHOയുടെ പുറകിൽ ഇങ്ങനെ പിൻഭാഗത്ത് AK-47 വെച്ച്, എന്നിട്ട് ആ അയാളുടെ റിവോൾവർ ഇങ്ങെടുത്ത് ഇയാൾക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഇയാളുടെ കൂടെ 2 പോലീസുകാരുണ്ടായിരുന്നു. അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ സമയത്തിനാണ്. എന്നിട്ട് പറഞ്ഞ്, എൻ്റെ പേര് ചരൺജിത് സിംഗ് ചന്നി എന്നാണ്, നീ എന്നെ ഒത്തിരി പീഡിപ്പിച്ച്, അതായത് ചെയ്യാത്ത തെറ്റിന് നിന്നെ ഞാൻ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊല്ലാൻ പോകുന്നത്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. എന്തും മിണ്ടാൻ. അവിടെ ഇട്ട് ആ ജംഗ്ഷനിലിട്ട് ഇദ്ദേഹത്തെ വെടിവെച്ച് വന്നിട്ട് ആ പിസ്റ്റളും എടുത്തുകൊണ്ട് പോയി. റിവോൾവർ ആയിരുന്നു, അതും എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞാണ് പുള്ളിക്കാരൻ
അങ്ങ് തീവ്രവാദത്തിലേക്ക് അങ്ങ് പൂർണ്ണമായിട്ട് അങ്ങ് പൂർണ്ണമായിട്ടങ്ങായി. പക്ഷേ നമ്മളെ ഒന്നും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇടയ്ക്കൊക്കെ പോകും. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സിഖുകാരുടെ എന്ന് പറഞ്ഞാൽ ആതിഥ്യ മര്യാദ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു സമുദായത്തിനോ ഒരു സ്റ്റേറ്റിനോ ഇത്രയും ആതിഥ്യ മര്യാദ കാണുകയില്ല. നമ്മൾ ഈ തീവ്രവാദിയുടെ ഒക്കെ വീട്ടിൽ ചെന്നാലും അവർ നമ്മളെ ശരിക്കും ചായ സൽക്കാരം നടത്തി സ്വീകരിച്ചിട്ടേ വിടുള്ളൂ. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഒരു പയ്യനെ പിടിച്ചുകൊണ്ട് വന്നാലും പുറകെ നമുക്ക് ചായയോ ലസ്സിയോ കൊണ്ടുവരും. അത് വിശ്വസിക്കാൻ വലിയ പാടാണ്. നമ്മുടെ നാട്ടിലാണ് അത് സംഭവിക്കുന്നത്, ഒരിക്കലും ഇല്ല. ഈ വീട്ടിൽ ഞങ്ങൾ ഇടയ്ക്ക് പോകുമായിരുന്നു. 2 ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടോയെന്നറിയാം, പിന്നെ വൻ വഴി വേറെ വല്ല കുട്ടികളും പോകുന്നുണ്ടോയെന്ന്. വീട്ടിൽ ചെല്ലുമ്പം ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ അമ്മ വളരെ കാര്യമായിട്ട് സ്വീകരിച്ച് നല്ല രീതിയിൽ ഞങ്ങളോട് പെരുമാറുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ പഞ്ചാബ് പോലീസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അയ്യോ, അവർക്ക് പിന്നെ ഒരു പഞ്ചാബ് പോലീസ് ആദ്യമൊക്കെ വരുമായിരുന്നു, പിന്നെ അവർ വഴിയേ നിൽക്കുകയുള്ളൂ, അങ്ങോട്ട് വരികയല്ല. അവർ കല്ലൊക്കെ എടുത്തെറിയും. അത്ര വൈരാഗ്യമാണ്, ഭയങ്കര വൈരാഗ്യം. എൻ്റെ മകനെ നഷ്ടപ്പെടുത്തിയ നിങ്ങൾ ഒറ്റരുന്നു. പക്ഷെ ഞങ്ങളെ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഒരു ജംഗ്ഷനിൽ നിൽക്കുവാണ്. അന്നേരം ആ കടക്കാരൻ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ തന്നു. ഓക്കെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് ചായ കുടിക്കുക. ചായ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പൈസ കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു വേണ്ട, പൈസ തന്നെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ആര്? അന്നേരം ഞങ്ങളുടെ കമാൻഡൻറ്റ് സിഖുകാരനായിരുന്നു. അന്നേരം ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ ഇടയ്ക്ക് ഞങ്ങളെ വിളിക്കുകയും സൽക്കരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനിയനോ ബന്ധുക്കളോ ഒക്കെ. അന്നേരം കടക്കാരനോട് ചോദിച്ചു ആര് പൈസ തന്നിട്ട് പോയി? ഞങ്ങളുടെ സിഒ സാഹിബിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും? അന്നേരം അദ്ദേഹം കണ്ണടച്ചുകൊണ്ട് പറഞ്ഞു ബന്ധുക്കളല്ല, ചരൺജിത് സിംഗ് ചെന്നിയായിരുന്നു. പല പ്രാവശ്യം അദ്ദേഹത്തിനെ, നമുക്ക് അദ്ദേഹത്തെ മുഖം കണ്ട് പരിചയമില്ല. പല പ്രാവശ്യം പോലീസുകാർ വളഞ്ഞ് ചിലപ്പോൾ ഈ ഗട്ടറില്ലേ, ഓട, അതിനുള്ളിൽ കൂടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ചിലപ്പം ലേഡീസിന്റെ വേഷം ധരിച്ചു പോയിട്ടുണ്ട്. പല പ്രാവശ്യം അവിടെ നിന്ന് രക്ഷപ്പെട്ട്. പിന്നെ എങ്ങനെയായിരുന്നു ഇദ്ദേഹത്തിന്റെ അവസാനം? ഇദ്ദേഹത്തെ അവസാനം ചണ്ഡീഗഡിൽ വെച്ചാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുമായിരുന്നു. 91 ഇദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഇനാമായിരുന്നു 20 ലക്ഷം രൂപ. ശരി. അപ്പോൾ ആരെങ്കിലും ഒറ്റുകൊടുത്തതാണോ? ഒറ്റുകൊടുത്താണ്, ഇദ്ദേഹത്തിനെ ഒറ്റുകൊടുത്താണ്. അത് പുള്ളിയുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ആയിരിക്കും അതോ പുറത്തുനിന്ന്? പോലീസിൻ്റെ, നമ്മുടെ IB-യുടെയും പോലീസിൻ്റെ ഒക്കെ ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. 24 പേരെ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കി വട്ടം ഇരുത്തിച്ചു, പിന്നിൽ നിന്ന് വെടിവെച്ച് വന്നു. ഓടി ചെല്ലുമ്പോഴത്തേക്കിന് ഈ 24 പേരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കിടക്കണ്. രക്തം ഒഴുകി ഒരു 50 മീറ്ററോളം, രക്തപ്പുഴ എന്ന് പറയുന്ന പോലെ തന്നെ. പോകുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ പ്രൊപ്പഗണ്ടകൾ വരാൻ തുടങ്ങി. അവിടെ ഇന്നലെ 3 പേര് മരിച്ചു, ഇന്ന് 2 പേര് മരിച്ചു. കംബോഡിയയിൽ അവിടെ ശരിക്കും വെടിവെപ്പ് നടക്കുന്നുണ്ട്. അതാ നിറയെ നല്ല കുടുംബത്തിലെ പിള്ളേരൊക്കെ കുറച്ച് പേരൊക്കെ പേര് ഒഴിവാക്കി. ഞങ്ങൾ ചെന്ന് ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം നോംഫിനിൽ വെച്ച് തന്നെ അവിടുത്തെ ഒരു ജപ്പാനി പയ്യൻ, ഈ ക്യാമറിസ്റ്റുകാർ വന്നിട്ട് 2 കണ്ണിലും വെടിവെച്ച് കൊന്നുകളഞ്ഞു. 90 ലക്ഷം ജനങ്ങളുള്ള ആ ഒരു രാജ്യത്ത് 30 ലക്ഷം ജനങ്ങളെയാണ് കൊന്നൊടുക്കിയത്. 3-1 തീർത്തു. കളക്ടർ എന്ന് പറയുന്നത് അവിടെ ഒരു പാകിസ്ഥാനിയാണ്. ഒരു നമ്മുടെ ഇന്ത്യക്കാരൻ, ഒരു പാകിസ്ഥാനി അവിടെ കളക്ടറുടെ ചാർജിൽ. അന്നേരം ഒരു ബുദ്ധിമുട്ടായി. ഇവരെ കൊണ്ട് തന്നെ കുഴി കുത്തിച്ചിട്ട് അപ്പനെ കൊണ്ട് മക്കളുടെ കഴുത്ത് വെട്ടിക്കുമായിരുന്നു, മക്കളെ കൊണ്ട് അപ്പൻ്റെ കഴുത്ത് വെട്ടിക്കുക. എന്നിട്ട് അവസാനം വരുന്നയാളെ ഇവർ വെടിവെച്ച് കൊല്ലുക. ഈ ഇലക്ഷൻ പ്രോസസ്സിൻ്റെ ഈ സ്പോട്ടിൽ വന്നിട്ട് ഒരു മനുഷ്യനെ പിടിച്ചിട്ട് കഴുത്ത് വെട്ടി തലയായിട്ടൊന്ന് പോയി. വിമാനത്തിൽ കൊണ്ടുവന്ന് നമുക്ക് റേഷനെല്ലാം ഇട്ട് തരും. അവിടുത്തെ മനുഷ്യർക്കുള്ളതോ അതോ നിങ്ങളെ പോലീസും പട്ടാളത്തിനും? എല്ലാവർക്കും ഉള്ളത്. ഈ 5 ദിവസം നടന്നു പോകുന്നിടത്താണ് ഈ വിമാനത്തിൽ പോയി ഡ്രോപ്പ് ചെയ്യുന്നത് തന്നെ അല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നല്ല അലർച്ചയിൽ നമ്മുടെ കാവിൽ നിൽക്കുന്ന ചെറുക്കൻ അലർന്ന് കേട്ടേ. സത്യത്തിൽ ഞാൻ പറഞ്ഞ ചൈനക്കാർ വന്ന് കാണും. കാരണം നമ്മുടെ എപ്പോഴും മനസ്സിൽ അങ്ങനെ ഒരു പേടിയുണ്ടല്ലോ. ഒരു സ്ത്രീ, അവരുടെ കയ്യിൽ ഒരു തലയുണ്ട്.